തൃശൂർ മണലൂരിൽ വാർ ഹൗസ് സജ്ജീകരിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ടി.എൻ. പ്രതാപൻ. കേരളത്തിലും തൃശൂരിലും ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുവെന്നും തൃശൂരിൽ കോൺഗ്രസിന് 10-ൽ കൂടുതൽ സീറ്റുകൾ ലഭിക്കുമെന്നും ടി.എൻ. പ്രതാപൻ അമൃത വാർത്തകളോട് പറഞ്ഞു. തൃശൂരിൽ നിന്നും ഹരീഷ് നാരായണൻ തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ മണലൂരിൽ വാർ ഹൗസ് സജ്ജീകരിച്ച് പ്രവർത്തനങ്ങളെല്ലാം തുടങ്ങിയിരിക്കുകയാണ് കോൺഗ്രസിലെ സമുന്നതനായ നേതാവ് ടി.എൻ. പ്രതാപൻ. അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇത്തവണത്തെ പ്രവർത്തനങ്ങളും ശുഭാപ്തി വിശ്വാസവും ഒക്കെ നമുക്ക് ചോദിക്കേണ്ടതുണ്ട്. എങ്ങനെ കാണുന്നു ഈ ഒരു തെരഞ്ഞെടുപ്പ്? എത്രത്തോളം പ്രതീക്ഷയുണ്ട്? കേരളത്തിൽ പൊതുവെ UDFന് അനുകൂലമായ ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾ ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ 10 വർഷമായ ഭരണത്തിൻ്റെ ഒരു നെഗറ്റീവ് വികാരം സ്വാഭാവികമായും എല്ലാ സെക്ടറിലും ഉണ്ട്. ഞങ്ങൾ പോസിറ്റീവ് ക്യാമ്പയിനാണ്. മാറ്റം വേണം, മാറണം. ആ മാറുന്നതിനും മാറ്റത്തിനും അനുസരിച്ച് ഇവിടെ പുതിയ സൃഷ്ടികളുണ്ടാകണം. അതിനുള്ളൊരു ക്യാമ്പയിനാണ് ഞങ്ങൾ നടത്തുന്നത്. അതിന് ഞങ്ങളൊരു വികസന സെമിനാർ നടത്തി മണലൂരിനൊരു മാനിഫെസ്റ്റോ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. മണലൂരിന് മാത്രമായി മണലൂരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ജനങ്ങൾ മുന്നിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഭയങ്കര സ്വീകാര്യതയാണ്. സ്ഥാനാർത്ഥിത്വം ഏകദേശം തീരുമാനമായി എന്ന് തന്നെ വേണം പറയാൻ. അപ്പോൾ ഇനിയുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കും മുന്നോട്ട്? തീർച്ചയായും ഇപ്പോൾ ഞങ്ങളിപ്പോൾ UDFൻ്റെ നേതൃത്വ യോഗം ചേരാണ്. ഇന്നലെയാണ് കോൺഗ്രസ് ഇലക്ഷൻ കമ്മിറ്റി ഡൽഹിയിൽ ചേർന്ന് ആദ്യഘട്ട സ്ഥാനാർത്ഥികളുടെ അംഗീകാരം നൽകിയത്. ഔദ്യോഗിക പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തോട് അനുബന്ധിച്ചുണ്ടാകുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. സ്വാഭാവികമായും UDF അതിന് വേണ്ടിയുള്ള എല്ലാ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നേരത്തെ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് വീണ്ടും UDFൻ്റെ നിയോജകമണ്ഡല നേതൃത്വ യോഗം ചേരുകയാണ്. എത്ര സീറ്റ് ഇത്തവണ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷ? ഞങ്ങൾ 100+ ആണല്ലോ, യാതൊരു അംശം വേണ്ട. 100+ എന്നത് ഇത്തവണ കേരളത്തിൽ 100% ഉറപ്പാണ്. തൃശ്ശൂരും അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകും, ഒരു സംശയം വേണ്ട. 10+. പ്രതാപേട്ട, ഈ BJPയുടെ സ്ഥാനാർത്ഥിത്വവും അല്ലെങ്കിൽ തൃശ്ശൂരിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPക്കുണ്ടായ നേട്ടം അല്ലെങ്കിൽ വളർച്ച എന്നൊക്കെ പറയത്തക്ക വിധത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിനൊക്കെ എങ്ങനെയാണ് കാണുന്നത്? അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? കഴിഞ്ഞ തവണ BJPയും CPMും തമ്മിലുള്ള അന്തർധാരയുണ്ടായിരുന്നു. പ്രത്യേകിച്ചും പിണറായി വിജയൻ്റെ ലാവലിംഗ് കേസ് അനന്തമായി CBIയെ കൊണ്ട് നീട്ടിക്കൊണ്ട് കൊടുക്കുക, പിണറായി വിജയൻ്റെ മകൾക്കെതിരെ വന്നിട്ടുള്ള ED കേസ്, ആ കേസിൽ നിന്നും കുടുംബത്തെ രക്ഷിക്കുക, അതിന് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഉണ്ടാക്കിയ ഒരു അന്തർധാരയാണ് തൃശ്ശൂരിൽ നമ്മൾ കണ്ടത്. അതുപോലെ ഒരു കാര്യം പ്രധാനമായും ചോദിക്കേണ്ടതുണ്ട്. അത് ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കുള്ളിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ പുകയുന്നുണ്ടോ? ചില പോസ്റ്ററുകളൊക്കെ കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ വിവിധ സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? കോൺഗ്രസ് പാർട്ടിയിൽ യാതൊരു തരത്തിലുള്ള ഭിന്നാഭിപ്രായമില്ല. എന്നാൽ ഞങ്ങളുടെ എതിർ പാർട്ടികൾ CPMും BJPയും ഒക്കെ അവരുടെ ചില രാഷ്ട്രീയ തന്ത്രങ്ങളുണ്ടല്ലോ. അത് ഞങ്ങൾ അതിൻ്റെ CCTV ദൃശ്യങ്ങളൊക്കെ എടുത്തു. ആ CCTV ദൃശ്യങ്ങളിലൂടെ ഞങ്ങൾക്ക് കൃത്യമായും ബോധ്യമായി ഇതിന് പുറകിൽ ആരാണ്. ഇതിന് പുറകിൽ കോൺഗ്രസ് അല്ല, കോൺഗ്രസിൻ്റെ വിരുദ്ധ പാർട്ടികളായ ആളുകൾ അവർ ഒരു അജണ്ട ഉണ്ടാക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയതാണ്. ആ പരിപ്പൊന്നും ഇത്തവണ വിലപ്പോകൂല. അതൊക്കെ നാട്ടുകാർക്ക് നന്നായി മനസ്സിലായിട്ടുണ്ട്. ഞങ്ങളെല്ലായിടത്തും ഇതുപോലെ ഭൂതക്കണ്ണാടി വെച്ച് ഇത് പരിശോധിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. കോൺഗ്രസ് ഒറ്റക്കെട്ടാണ്, വളരെ ഐക്യത്തോടു കൂടിയാണ്. ഞങ്ങൾക്കൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, LDF ഗവൺമെൻറ് മാറണം, UDF വരണം. അതിന് ഒരു തരത്തിലുമുള്ള ഭിന്നാഭിപ്രായങ്ങളില്ലാതെ ഒന്നിച്ചു പോകുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആത്മവിശ്വാസം. എന്തായാലും വലിയ ഒരു വിജയം കൈവരിക്കാൻ സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുകയാണ്. ടി.എൻ. പ്രതാപൻ അദ്ദേഹമാണ് നമ്മോടൊപ്പം ചേർന്നത്. വലിയ ശുഭപ്രതീക്ഷ തന്നെയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ മണലൂരിൽ ആരംഭിച്ചു കഴിഞ്ഞു. വലിയ വിജയം നേടാൻ സാധിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ക്യാമറമാൻ ചന്ദ്രജോസിനൊപ്പം ഹരീഷ് നാരായൺ, അമൃത ന്യൂസ്, തൃശ്ശൂർ.